നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇത്തവണത്തെ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന സഞ്ജു പിന്നാലെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിലും ഇടം നേടിയിരുന്നു. സിംബാബ്വെ പര്യടനത്തിൽ ആദ്യ 2 കളികളിൽ നിന്ന് വിശ്രമം അനുവദിക്കപ്പെട്ടിരുന്ന സഞ്ജു സാംസൺ അവസാന 3 T20 മത്സരങ്ങളിലും ഇന്ത്യക്കായി കളിക്കാനിറങ്ങി. ഇതിൽ അവസാന മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകൻ കൂടിയായിരുന്നു സഞ്ജു സാംസൺ. പരമ്പരയിലെ അവസാന മത്സരത്തിൽ കിടിലൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ഈ കളിക്കിടെ T20 ക്രിക്കറ്റിലെ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കാനും സഞ്ജുവിനായി. സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിലെ 5ാമത്തെ മത്സരത്തിൽ 4 സിക്സറുകളാണ് സഞ്ജു സാംസൺ പറത്തിയത്. ഇതോടെ T20 ക്രിക്കറ്റിൽ 300 സിക്സറുകൾ എന്ന അപൂർവ നാഴികക്കല്ലിലെത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. വെറും 276 മത്സരങ്ങൾ കളിച്ചാണ് സഞ്ജുവിന്റെ ഈ വമ്പൻ നേട്ടം സംഭവിച്ചിരിക്കുന്നത്. സിംബാബ്വെക്കെതിരായ അവസാന T20ക്ക് മുമ്പ് 298 സിക്സറുകളായിരുന്നു T20 ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ സമ്പാദ്യം. ഈ മത്സരത്തിന് ശേഷം സഞ്ജുവിന്റെ 6 നേട്ടം 302 എന്ന സ്കോറിലേക്ക് എത്തി. അതേസമയം T20 ക്രിക്കറ്റിലെ സിക്സർ വേട്ടയിൽ ഒന്നാമതുള്ള ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ്. 448 കളികളിൽ 525 റൺസാണ് ഈ ഫോർമാറ്റിൽ രോഹിത് നേടിയിട്ടുള്ളത്. 416 സിക്സറുകൾ പറത്തിയ വിരാട് കോഹ്ലി, 338 സിക്സറുകൾ നേടിയ MS ധോണി, 325 സിക്സറുകൾ നേടിയ സുരേഷ് റെയ്ന, 322 സിക്സറുകൾ പറത്തിയ സൂര്യകുമാർ യാദവ്, 311 സിക്സറുകൾ നേടിയിട്ടുള്ള KL രാഹുൽ എന്നിവരാണ് ഈ ലിസ്റ്റിൽ സഞ്ജു സാംസണ് മുന്നിലുള്ളത്. സിംബാബ്വെക്കെതിരായ അവസാന T20 മത്സരത്തിൽ കിടിലൻ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. മത്സരത്തിൽ ഇന്ത്യൻ സ്കോർ 160 കടത്തുന്നതിൽ സഞ്ജുവിന്റെ അർദ്ധ സെഞ്ചുറി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 58 റൺസോടെ ഇന്ത്യയുടെ ടോപ്പ് സ്കോററും സഞ്ജു ആയിരുന്നു. 45 പന്തുകളിൽ 1 ബൗണ്ടറിയും 4 സിക്സറുകളും അടക്കം സഞ്ജു 58 റൺസ് നേടി. ഈ കളിക്കിടെ 110 മീറ്റർ ദൂരത്തേക്ക് ഒരു കൂറ്റൻ സിക്സറും സഞ്ജു സാംസൺ പറത്തി. ഗാലറി റൂഫിന് മുകളിലൂടെ സ്റ്റേഡിയത്തിന്റെ പുറത്തേക്കാണ് ഈ പന്ത് പറന്നത്. 2011 ഹൈദരാബാദിനെതിരെ കേരളത്തിന് വേണ്ടി കളിച്ചുകൊണ്ടാണ് സഞ്ജു T20 ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. 2015 സിംബാബ്വെക്കെതിരെയായിരുന്നു അന്താരാഷ്ട്ര T20യിൽ സഞ്ജു സാംസന്റെ അരങ്ങേറ്റം. അന്താരാഷ്ട്ര T20യിൽ ഇതുവരെ 28 മത്സരങ്ങളിൽ നിന്ന് 19 സിക്സറുകളാണ് സഞ്ജു നേടിയിട്ടുള്ളത്. T20യിൽ താരത്തിന്റെ 6 നേട്ടത്തിൽ ബഹുഭൂരിഭാഗവും പിറന്നത് IPL നിന്നാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 167 മത്സരങ്ങളിൽ നിന്ന് 206 സിക്സറുകൾ പറത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസനെ ഇനി ഇന്ത്യയുടെ T20 ടീമിൽ കാണുക വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാകും എന്നാണ് സൂചന. ഈ മാസാവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇതുവരെ BCCI പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പാണ്. ശ്രീലങ്കയ്ക്കെതിരെ 3 T20 മത്സരങ്ങളിലാണ് ടീം ഇന്ത്യ കളിക്കുക. ഇന്ത്യയുടെ പുതിയ പരിശീലകനായി നിയമിതനായ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ടീം കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത്.